ശ്രീ ടി ജെ വിനോദ്. സർ, കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളായ എളമക്കര, പച്ചാളം, വടുതല, ചിറ്റൂർ എന്നീ സ്ഥലങ്ങളിൽ അതീവ ഗുരുതരമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ആലുവ ജലശുദ്ധീകരണശാലയിൽ നിന്ന് 125.5 MLD വെള്ളവും മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് 55.5 MLD വെള്ളവും ഉൾപ്പെടെ 174 MLD വെള്ളമാണ് കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളും വിതരണം ചെയ്യുന്നത്. ഇതിൽ 35% വിതരണ നഷ്ടം ഉണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി തന്നെ പറയുന്നു. കൂടാതെ ധാരാളം ഫ്ലാറ്റുകളും പുതിയ കെട്ടിടങ്ങളും ജലജീവൻ മിഷൻ്റെ പുതിയ കണക്ഷനുകളും നൽകുന്നത് മൂലം വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇത് പരിഹരിക്കാൻ പച്ചാളത്തൊരു സമ്പും ഓവർഹെഡ് ടാങ്കും വാട്ടർ അതോറിറ്റി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതിട്ടുണ്ട്. പക്ഷേ അതിലേക്കുള്ള വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള നെറ്റ്വർക്ക് ഇല്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇത് പരിഹരിക്കാൻ അമൃത് പദ്ധതി ഫേസ് 2-ൽ പ്രയോറിറ്റി നമ്പർ 4-ആയി 4 കോടി രൂപയും പ്രയോറിറ്റി നമ്പർ 6-ആയി 15 കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എളമക്കര കലൂർ ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പണിതിട്ടുള്ള ഓവർഹെഡ് ടാങ്കിൽ വെള്ളം എത്തിക്കുന്നതിന് 19 കോടി രൂപയും അമൃത് പദ്ധതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ 5-6 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വർക്ക് എടുക്കുന്നില്ല എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. സർ, താൽക്കാലികമായി ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അടിയന്തരമായി ഈ ടെൻഡർ നടപടികൾ ഗവൺമെൻറ് അതീവ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നടത്തുന്ന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, താൽക്കാലികമായി ആലുവയിൽ നിന്നും അതുപോലെ തന്നെ മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും കൂടുതൽ വെള്ളം തമ്പനം പമ്പ് ഹൗസിൽ എത്തിക്കണം. കൂടാതെ നഗരത്തിലെ ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ 190 MLD പുതിയ പ്ലാന്റ് ആലുവയിൽ സ്ഥാപിക്കണം എന്നുകൂടി ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി പ്രിയപ്പെട്ട MLA വിനോദ് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിലേക്ക് ഞാൻ മറുപടി പറയുമ്പം കൂടുതലായിട്ട് പറയുന്നില്ല. അവിടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പറഞ്ഞ ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയം ഈ പറഞ്ഞ ഈ സബും അതോടൊപ്പം തന്നെ ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനും പൈപ്പ് ലൈൻ നീട്ടുന്നതിനും ഒക്കെ വേണ്ടി ആവശ്യമായ 2 വർക്കുകളാണ് അവിടെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വർക്കുകൾ എടുത്ത് ചെയ്യുന്നതിന് സാധിക്കാത്തൊരു സ്ഥിതിയിൽ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചിറ്റൂർ ഭാഗത്ത് ചിലപ്പം ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് പല എതിർപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ സാഹചര്യത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുമില്ല. അതുകൊണ്ട് അടിയന്തരമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ ജോയിൻറ്റ് MDയെ ചുമതലപ്പെടുത്തി ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഈ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. രണ്ടാമത്തെ പ്രധാന വിഷയം, ഈ ചിറ്റൂർ ഭാഗത്ത് 1.25 MLD വെള്ളമാണ് വടുതല പമ്പ് ഹൗസിന് വിതരണം ചെയ്തു വരുന്നത്. 2 MLD വെള്ളമെങ്കിലും ഈ പ്രദേശത്ത് പമ്പ് ചെയ്താൽ മാത്രമേ അവിടെ നിലനിൽക്കുന്ന ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആലുവയിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും 1050 മില്ലിമീറ്റർ പൈപ്പിലൂടെ കൂടുതൽ ജലം എത്തിച്ച് അതിൽ വടുതല പമ്പ് ഹൗസിലേക്ക് സ്ഥാപിച്ച 8000 മില്ലിമീറ്റർ DI പൈപ്പിലൂടെ വടുതല പമ്പ് ഹൗസിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആലുവ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതാണ് അതിന് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ 190 MLD പ്ലാന്റ് ആലുവയിൽ ഉണ്ടാകുക എന്നുള്ളത് ഈ വിഷയം മാത്രമല്ല, കൊച്ചിയിലെ വിഷയം പരിഹരിക്കുന്നതിന് ഏക പോംവഴി അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വലിയ ഗൗരവം കൊടുക്കും. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ADB ധനസഹായത്താൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് വരികയാണ്.